നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഉണ്ടല്ലോ, കുറേ പേർക്കൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇതെന്ത് ടോപ്പിക്ക് എന്ന് തോന്നുന്ന ഒരു വിഷയമാണ്. എന്നാൽ ചിലർക്ക് കേൾക്കുമ്പോൾ, അതായത് ഇതിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു ടോപ്പിക്ക് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു, എന്തായിരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ അടിയിൽ വരുന്ന കോമൻസ് എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും. അപ്പം ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം അവരെ സിവിയർലി അഫക്റ്റ് ചെയ്തേക്കുന്ന ഒരു വിഷയമാണിത്. ഇതുപോലെ ഒരുപാട് ഫാമിലീസിലുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കമ്പനിയിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഒരു ഫാമിലിയിൽ, ഹസ്ബൻഡ് ഫാമിലിയിൽ മെയിനായിട്ട്, കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി നമ്മുടെ നാട്ടിലെ ഹസ്ബൻഡ് ഫാമിലിയിലാണല്ലോ നിൽക്കുന്നത് കൂടുതൽ പേരും. അതാണ് അങ്ങനെ അഫക്റ്റ് ചെയ്യാനുള്ള ഒരു റീസണേ. അപ്പം ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ ഇപ്പം 2 ആൺകുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാണും ഒരു പെണ്ണും, അല്ലെങ്കിൽ 2 പെൺകുട്ടികൾ, അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഒരാൾ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിൽപ്പുണ്ടാവുമല്ലോ. അപ്പം മിക്കവർക്കും മൂത്ത മക്കളോട്, അതായത് ഇപ്പം 2 ആൺമക്കളാണെന്നുണ്ടെങ്കിൽ മൂത്ത മോനോടായിരിക്കും ആ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും സ്നേഹം കൂടുതൽ. അപ്പോൾ പിന്നെ ബാക്കി വരുന്ന മൂത്ത മോൻ്റെ മക്കളോട് അല്ലെങ്കിൽ മൂത്ത മോൻ്റെ ഭാര്യയോട് ഇതൊക്കെ ഈ രീതിയിലൊക്കെ ആയിരിക്കും സ്നേഹം കൂടുതൽ പോകുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം മോളുണ്ടാവും, ഒരു മോനും ഉണ്ടാവും. അപ്പോൾ മോൻ്റെ ഫാമിലി ഓൾറെഡി വീട്ടിൽ നിൽക്കുന്നുണ്ടാവും, മോള് വീട്ടിലായിരിക്കില്ല, പക്ഷേ ഈ മോളോടായിരിക്കും സ്നേഹം മൊത്തം. സ്നേഹം മൊത്തം മീൻസ് കാണിക്കുന്നത് നമുക്കറിയില്ല, ഉള്ളിലത്തെ കാര്യം എങ്ങനെയാണെന്ന് എല്ലാവരെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം മോളോടായിരിക്കും കാണിക്കുന്നത്, മോളോട് എല്ലാത്തിലും ഒരു വ്യത്യാസം കാണിക്കുന്നു, മോളുടെ കുഞ്ഞുങ്ങളോട് അതുപോലെ ഇഷ്ടം കൂടുതൽ കാണിക്കുന്നു. ഈ വീട്ടിൽ നിൽക്കുന്ന ആളായ ഇളയ മോൻ അല്ലെങ്കിൽ ഇളയ വ്യക്തിയോട് അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളോട് എല്ലാം ഒരു ചെറിയ തിരിച്ചു വ്യത്യാസം കാണിക്കുന്നു, അവരുടെ ഭാര്യയോട് പ്രത്യേകിച്ച്. അപ്പം മിക്ക വീടുകളിലും ഉണ്ട് കേട്ടോ ഈ ഒരു പ്രശ്നം. പിന്നെ മിക്കപ്പോഴും വരുന്നതെന്ന് പറഞ്ഞാൽ 2 ആൺമക്കളാണെങ്കിൽ ആ മൂത്ത മോനോടായിരിക്കും. അപ്പോൾ എല്ലാ സംഭവങ്ങളും സപ്പോർട്ട് ചെയ്യുന്നത് മൊത്തം മൂത്ത മോനെ, എന്നാൽ പൈസയും അതുപോലെ തന്നെ ബാക്കി എല്ലാ അവരുടെ എനർജി, അവരുടെ പൈസ എല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നത് ഇളയാളുടെ ആയിരിക്കും. എന്നിട്ട് മൂത്ത ആളുടെ കുട്ടികളോടായിരിക്കും അവർക്ക് സ്നേഹം കൂടുതൽ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭാര്യമാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നതും അതുപോലെ തന്നെ സഹിക്കാൻ പറ്റാതെ വരുന്നതും. ആൺമക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പം അവരോട് ഇച്ചിരി സ്നേഹക്കുറവ് കാണിച്ചാൽ, അല്ലെങ്കിൽ ചേട്ടനോട് അല്ലെങ്കിൽ ചേട്ടൻ്റെ ഭാര്യയോട് ചേട്ടൻ്റെ മക്കളോടൊക്കെ സ്നേഹം കൂടുതൽ കാണിക്കുമ്പോൾ അവർക്കത് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അവരത് മൈൻഡ് ചെയ്യില്ല. കൂടുതലും അങ്ങനെയാണ് വരുന്നത്. ആണുങ്ങൾ അവർക്ക് ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടായാലും അവരത് അങ്ങനെ കാണിക്കില്ലല്ലോ. പക്ഷെ നമ്മൾ ഭാര്യമാർ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി അറിയാമെന്നുള്ള സത്യം നമുക്ക് മനസ്സിലാവും. നമ്മുടെ കുട്ടികളുടെ അടുത്ത് സ്നേഹം കൂടുതൽ അല്ലെങ്കിൽ സ്നേഹക്കുറവൊക്കെ കാണിക്കുമ്പോഴാണ് നമുക്ക് അതങ്ങോട്ട് അസഹനീയമായിട്ട് വരുന്നത്. കുട്ടികൾ കാര്യം ഗ്രാൻഡ് പേരൻസ് ആയതുകൊണ്ട് എത്രമാത്രം അങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ സ്നേഹം അറ്റാച്ച്മെന്റ് കൂടുന്നോ അതിനനുസരിച്ച് അവർ സ്നേഹം ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവും, പക്ഷെ അത് മുഴുവൻ കൊടുക്കുന്നത് ഈ മൂത്തയാളുടെ കുട്ടിക്ക് അല്ലെങ്കിൽ മോളുടെ കുട്ടിക്കൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ കൂടെ നിങ്ങളും കടന്നു പോകുന്നുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഇതിന് എന്താ സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. കാരണം ചിലരുണ്ട് ഇങ്ങനെ വീട്ടിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്, അതായത് വേണമെങ്കിൽ അവർക്ക് മാറി താമസിക്കാൻ ഒരു ഓപ്ഷനുണ്ട്. ഇപ്പൊ എൻ്റെ ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് മാറി താമസിക്കാൻ ഓപ്ഷനുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ അറിയില്ല, അവരവിടെ നിന്ന് മാറുന്നില്ല. എന്നിട്ട് അവരിപ്പം മേളത്തെ നിലയിൽ അവർ താമസിക്കുന്ന ഫാമിലിയായിട്ട്, താഴെ അച്ഛനും അമ്മയും താമസിക്കുന്നു, ചേട്ടനൊക്കെ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷേ സ്നേഹവും കാര്യങ്ങളും എല്ലാം ചേട്ടൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ താഴെ ഇതേ എക്സ്പീരിയൻസ് ഉള്ള കുറേ പേരുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവർക്ക് എന്താണ് ഒരു സൊല്യൂഷൻ ഉള്ളത്, അല്ലെങ്കിൽ അവരുടെ കമൻസ് എന്താണെന്നുള്ളത് എനിക്കൊന്ന് വായിക്കണം, അതാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്തിട്ട് നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എങ്കിൽ എങ്ങനെയാണെന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ശരിയാണ്, അത് അനുഭവിക്കുന്നവർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വീട്ടിൽ നിന്ന് ആ വീട്ടിലെ പണി മുഴുവൻ ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ പൈസ കൊണ്ട് എല്ലാ വർക്ക് ചെയ്തു കൊടുത്തിട്ട് സ്നേഹം വേറെ ആളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പം, അല്ലെങ്കിൽ നമ്മളോടിപ്പോൾ കാണിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് അത് കാണിക്കുമ്പം എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അതാണ് മെയിനായിട്ടുള്ളൊരു പ്രോബ്ലത്തിലേക്ക് പോകുന്നത്. കുഞ്ഞുങ്ങളുടെ അടുത്ത് ഒരു തിരിച്ചു വ്യത്യാസം കാണിക്കുമ്പോൾ ശരിക്കും എങ്ങനെയാണ് അങ്ങനെ കാണിക്കാൻ പറ്റുന്നതെന്നുള്ളത് അതൊക്കെ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരേ അച്ഛനമ്മമാരുടെ തന്നെ ഗ്രാൻഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ കൊച്ചുമക്കളാണല്ലോ ഈ പറയുന്നത്. അവരോട് എങ്ങനെ അങ്ങനെ തിരിച്ച് സ്നേഹം കാണിക്കാൻ പറ്റുന്നു എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ഉണ്ട്.
പലരെ എനിക്കറിയാം കേട്ടോ, ഒരാളെ മാത്രമല്ല. ചിലരെന്ന് പറഞ്ഞാൽ മോള് കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ സ്നേഹവും അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങളെല്ലാം മോളോടായിരിക്കും. മോള് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇങ്ങനെ പിന്നെ അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു അങ്ങനത്തെയൊക്കെ. അപ്പം കൊടുക്കുന്നതും കാണിക്കുന്നതും ഒക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ അതിൻ്റെ അടുത്ത് കുറേ ഡയലോഗുകൾ കാണുമായിരിക്കും. ചിലർ അങ്ങനത്തെ സൈക്കോകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മുമ്പ് വെച്ച് നമ്മളെ താഴ്ത്തി കെട്ടുക അങ്ങനത്തെ ഒക്കെ പരിപാടികൾ. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മുടെ മെൻ്റൽ സ്റ്റാറ്റസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള സ്ട്രെസ് അനുഭവിക്കണം ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ എന്നുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം എന്താ പറയുക, ഇങ്ങനെ അനുഭവിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റട്ടെ, അല്ലെങ്കിൽ അവരുടെ മനസ്സ് മാറട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ വലിയ അർത്ഥം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് കിട്ടട്ടെ എന്നുള്ളതാണ് ഈ വീഡിയോയുടെ അവസാനം എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ.